സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പാത്രം എടുത്ത് നല്ല രീതിയിൽ അതിലൊന്ന് എണ്ണയൊക്കെ തടകി അത് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ബട്ടർ പേപ്പറും കൂടെ വെച്ച് അതിലേക്ക് നമുക്ക് ഈ മിക്സർ ഉണ്ടല്ലോ, ആ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൽ കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്യാം. അലങ്കാര പണികൾക്ക് വേണ്ടി ഈ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അടുത്തൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ട്, നമുക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ടാണ് കുക്കർ ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ സംഭവം ഇറക്കി വെക്കുന്നുണ്ട്. അതൊന്ന് കുറച്ച് നേരം ഇരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നോക്കാം. അതാ ഇങ്ങനെയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്നിട്ട് അതിനെ എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലോട്ട് മാറ്റിയ ശേഷം ഒന്ന് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ കാണിച്ച് അതിലേക്ക് നമുക്ക് ക്രീമൊക്കെ മെൽറ്റ് ചെയ്തൊഴിച്ച് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് ഡെക്കറേഷൻ പരിപാടിയും കൂടെ ഒക്കെ ചെയ്ത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കഴിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ ശരിക്കും കഴിച്ചപ്പോൾ കൊള്ളായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഈ കേക്ക്. പിന്നെ ഒരു കാര്യം കൂടെയാണ്, നമ്മളിത് ജ്യൂസാക്കി എടുക്കുമല്ലോ, എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. ഓറഞ്ച് ആയതുകൊണ്ട് കഴിക്കും. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്